കോഴ്സിൽ സ്റ്റുഡന്റ് മൊഡ്യൂളിൽ പ്രൊഫഷണൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ പ്രൊഫൈൽസ് അപ്ഡേറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റുഡന്റ് മൊഡ്യൂളിൽ ലോഗിൻ ചെയ്യുന്നു. സ്റ്റുഡന്റ് മൊഡ്യൂളിൽ ലോഗിൻ ചെയ്തതിന് ശേഷം വരുന്ന ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്കൂൾ ഡാഷ്ബോർഡിലേക്ക് പോകുന്നു. ഇതിലിപ്പോൾ ഞാൻ എടുക്കുന്നത് ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ പ്രൊഫൈൽസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ പ്രൊമോഷൻ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഞാൻ 1ാം ക്ലാസ് എടുക്കുന്നു. ക്ലാസ്സിലെ 1A കുട്ടികളെയാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ എടുക്കുന്നു. ആ ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ GP, EP, SP ദെൻ നമുക്ക് ഫൈനലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാനുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ജനറൽ പ്രൊഫൈൽ എടുക്കുക. എന്നിട്ട് ആ കുട്ടിയുടെ ഓരോ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് ചെയ്യേണ്ടത് ചെയ്തിട്ട് സേവ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ള റെഡ് കളറിലുള്ള GP ഗ്രീൻ കളറിലേക്ക് മാറും. ദെൻ എൻറോൾമെന്റ് പ്രൊഫൈൽ എടുക്കുക. അതും ഇതുപോലെ താഴേക്ക് വന്ന് ഓരോ ഓപ്ഷൻ ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ചെയ്ത് സേവ് ചെയ്ത് നെക്സ്റ്റിലേക്ക് പോവാം. അപ്പോൾ എഗെയിൻ EP ഗ്രീൻ കളറിലേക്ക് മാറും. ദെൻ FP ഫെസിലിറ്റി പ്രൊഫൈൽ എടുക്കുക. അതും ഇതുപോലെ GP EP ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺഫർമേഷൻ ആണ് നമ്മൾ പ്രിവ്യൂ നമ്മൾ കൊടുത്ത ഡാറ്റയുടെ പ്രിവ്യൂ ഒന്ന് കാണാം. ആ പ്രിവ്യൂ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ചെക്ക് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ഡാറ്റ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ ക്ലാസ്സിലെയും ഓരോ സ്റ്റുഡന്റിന്റെയും കംപ്ലീറ്റ് ചെയ്തിരുന്നു. അങ്ങനെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓരോ കുട്ടിയുടെയും നേരെ ഈ റെഡ് കളറിലുള്ള ലേബലിനെ ഗ്രീൻ കളറിലേക്ക് മാറും. അപ്പോൾ എല്ലാവരും എല്ലാ കുട്ടികളുടെയും GP കംപ്ലീറ്റ് ചെയ്യും. താങ്ക് യു.